ശ്രീ സോമൻ, ഞാൻ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ ആശങ്കകളുണ്ട് അല്ലേ? സർക്കാരാണ് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത്, ദേവസ്വം ബോർഡിനെ മുന്നിൽ നിർത്തിയിട്ടുള്ളൊരു കളിയാണ്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്ന് പറഞ്ഞിട്ടില്ല. ഇത് അയ്യപ്പന് പബ്ലിസിറ്റി നേടിക്കൊടുക്കാൻ, ആഗോള പ്രശസ്തി നേടിക്കൊടുക്കാനാണെന്ന് പറയുന്നുണ്ട്. അതാണ് ഒരു ഭാഗത്തുള്ളത്. ദേവസ്വം ബോർഡ് പറയുന്നത് അവരുടെ പ്ലാറ്റിനം ജൂബിലിയോട് അനുബന്ധിച്ച് ഇങ്ങനെ ഒരു സംഗമം സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ഒരു അയ്യപ്പ ഭക്തൻ എന്ന നിലയിൽ ഭക്തസമൂഹത്തിൻ്റെ ആശങ്കകൾ എന്തൊക്കെയാണ്? താങ്കൾക്ക് അത് പറയാം. സ്വാമി ശരണം. LDF വന്നാൽ എല്ലാം നന്നാവുമെന്ന് നമ്മുടെ നാട്ടിൽ ഒത്തിരി പേരെ കൊണ്ട് പറയിപ്പിച്ചു പിണറായി വിജയൻ. LDF വന്നു, ഒന്നല്ല രണ്ടാമത് വട്ടം. രണ്ടാം വരവിൻ്റെ അവസാനത്തിന് ഇനി കുറച്ച് മാസങ്ങൾ മാത്രമാണുള്ളത്. മലയാളികൾ എല്ലാം പറയുന്നു, ഇവിടെ ഒന്നും നന്നായില്ല, ഒന്നും നന്നാക്കാൻ കഴിഞ്ഞില്ല ഇവർക്കെന്ന് എല്ലാ മലയാളികളും പറയുകയാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒരു പ്രദേശമാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാത്തിനും അയൽ സംസ്ഥാനത്തെ ആശ്രയിക്കേണ്ട ഒരവസ്ഥയിലേക്ക് LDFും UDFും ചേർന്ന് കേരളത്തെ എത്തിച്ചു. ഓണക്കാലം കഴിഞ്ഞുകൂടാൻ വീട്ടമ്മമാർ പെട്ട പാടെന്താണെന്ന് എല്ലാവർക്കും അറിയാം. വെളിച്ചെണ്ണയിൽ ആരും പിണറായി വിജയന്റെ ഭരണത്തിൽ ഈ ഓണത്തിന് ഉപ്പേരി വറത്തില്ല. ആരോഗ്യരംഗത്തിപ്പോൾ വലിയ വെല്ലുവിളിയാണ്. ഓണക്കാലത്ത് ഒരു കുട്ടിയും തൻ്റെ വീടിനടുത്തുള്ള നദിയിലോ കുളത്തിലോ കുളിക്കാൻ ഇറങ്ങിയില്ല. അമീബ തലയിൽ കയറുന്നു, മൂക്കിലൂടെ എന്ന് കണ്ടുപിടിക്കുക. ഏത് രംഗത്താണ് ഇവർ വിജയിച്ചത്? ഏത് രംഗമാണ് നന്നായത്? എവിടെ കണ്ണോടിച്ചാലും എവിടെ കൈ നീട്ടിയാലും കിട്ടുന്നത് മനുഷ്യൻ്റെ മസ്തിഷ്കത്തെ മരവിപ്പിക്കുന്ന മദ്യമാണ്. അത് അഭൂതപൂർവമായ കച്ചവടം നടത്തിയ ഓണക്കാലം. എല്ലാ മേഖലയുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. എല്ലാ മേഖലയിലും സമ്പൂർണമായി പരാജയപ്പെട്ടു. സമ്പൂർണമായ പരാജയം. ആ പരാജയം മറച്ചുവെക്കാൻ ഇനി അയ്യപ്പനെ നന്നാക്കി കളയാമെന്ന് പിണറായി വിജയൻ കരുതുകയാണ്. അയ്യപ്പൻ്റെ അടുത്ത് നന്നാക്കാമെന്നുള്ള താല്പര്യവുമായി എത്തുകയാണ്. ആരാവശ്യപ്പെട്ടിട്ടാണ് ഈ സമ്മേളനം നടത്തുന്നത്? ആഗോള അയ്യപ്പ സംഗമത്തിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? ആരോടാലോചിച്ചിട്ടാണ് അയ്യപ്പ സംഗമം ആസൂത്രണം ചെയ്തത്? ദേവസ്വം ബോർഡിനെ മുമ്പിൽ നിർത്തുന്നുണ്ട്. അവരുടെ 75ാമത് പിറന്നാളാണെന്ന് പറയുകയാണ്. ബഹുമാനപ്പെട്ട കോടതി ചോദിച്ചു, അയ്യപ്പ സംഗമം മാത്രം നടത്തി അയ്യപ്പൻ്റെ മാത്രമാണോ 75ാമത് വർഷം ദേവസ്വം ബോർഡിന് ആഘോഷിക്കാനുള്ളത്? എന്താണ് ചോറ്റാനിക്കരയിൽ ഒരു സംഗമമില്ല? വേറെ മഹാക്ഷേത്രങ്ങളുണ്ട്, അവിടെ എങ്ങും ഒരു സംഗമമില്ല. അയ്യപ്പൻ്റെ അടുത്തേക്ക് സംഗമത്തിന് പോകുകയാണ് പിണറായി വിജയൻ. ദേവസ്വം ബോർഡിനെ മറയാക്കിയാണ്. അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയൻ പന്തളം കൊട്ടാരത്തിൻ്റെ രാജപ്രതിനിധികളാണ്. അവിടെ ഞങ്ങളോട് ആലോചിച്ചിട്ടില്ല എന്ന് അവർ ആണയിട്ട് പറയുന്നു. അവർ സഹകരിക്കില്ല എന്ന് പറയുന്നു. പന്തളം കൊട്ടാരത്തിൻ്റെ സാന്നിധ്യമില്ലാത്ത അയ്യപ്പ സംഗമത്തിൽ അയ്യപ്പ ചൈതന്യമുണ്ടാവില്ല. അയ്യപ്പ സംഗമം നടത്താൻ വേണ്ടി പമ്പ തിരഞ്ഞെടുക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഇന്നലെ വൈകുന്നേരം നട തുറന്നു. ഭയപ്പെട്ട ആളുകൾ അവിടേക്ക് പോകുന്നില്ല. അവിടെ ആർക്കാണ് സംരക്ഷണം ഉണ്ടാകുക? ഈ സർക്കാർ വന്നതിന് ശേഷം നടപ്പാക്കുന്ന പരിഷ്കാരങ്ങൾ ഭക്തർക്ക് വേണ്ടിയല്ല. വെർച്വൽ ക്യൂ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഒട്ടുമിക്ക മാസവും ശബരിമലയിൽ പോകാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. വെർച്വൽ ക്യൂ കൊണ്ട് എനിക്കൊരു സുരക്ഷയും ഒരു സൗകര്യവും അവിടെ കിട്ടാറില്ല. ഞാൻ ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ടാൽ ഏതെങ്കിലും ഒരു സാങ്കേതിക സ്ഥാപനത്തിൽ പോയി എൻ്റെ പേരും എൻ്റെ ഫോട്ടോയും എൻ്റെ ആധാറും രജിസ്റ്റർ ചെയ്യണം. എന്ത് സൗകര്യമാണ് ഈ വെർച്വൽ ക്യൂവിലൂടെ ബുക്ക് ചെയ്യുമ്പോൾ ഭക്തർക്ക് കൊടുക്കുന്നത്? ഒന്നും കൊടുക്കുന്നില്ല.
കർക്കിടക മാസത്തിൽ പോയപ്പോൾ പരമ്പരാഗത പാതയിലൂടെ പോകാൻ കഴിഞ്ഞില്ല. ഇട്ടിരിക്കുന്ന കല്ല് തെന്നുന്നു, അതുകൊണ്ട് അതുവഴി കടത്തിവിടില്ല. കാനനപാതയിലൂടെ പോയി കുത്തിപ്പെയ്യുന്ന കലിതുള്ളുന്ന കർക്കിടകം ഭയപ്പെടുത്തുമ്പോൾ മണ്ണിടിഞ്ഞു വീണാൽ ആ മണ്ണിനടിയിൽ പെടരുതേ അയ്യപ്പ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മല കയറിയത്. അവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഇവർ അയ്യപ്പന്മാരുടെ പേരിൽ പണസമ്പാദനത്തിനു വേണ്ടി ആഗോള നിക്ഷേപ സംഗമം നടത്തി കോടികൾ ഖജനാവിലെ കൊള്ളയടിച്ച് ചെലവഴിച്ച് ദൂർത്തടിച്ചിട്ട് ഒന്നും ഇവിടെ വന്നില്ല എന്ന വിവരാവകാശ വെളിപ്പെടുത്തലുകളുണ്ടായ ഈ സംസ്ഥാനത്ത് അയ്യപ്പന്മാരുടെ പേരിൽ നടത്തുന്ന സംഗമം അവിശ്വാസികളുടെ സംഗമമാണ്. ഇവർ വിശ്വാസികളാണെന്ന് പ്രഖ്യാപിക്കുമോ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പമ്പയിൽ അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോൾ അയ്യപ്പൻ ശരണം സിന്ദാബാദ്, അയ്യപ്പൻ ശരണം സിന്ദാബാദ് വിളിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഈ അയ്യപ്പ സംഗമത്തിലേക്ക് പോകുന്നത്. ഇത് വിശ്വാസികളെ പരിഹസിക്കാനാണ്, വിശ്വാസത്തെ അപമാനിക്കാനാണ്, വിശ്വാസികളെ അവഹേളിക്കാനാണ്, ആക്ഷേപിക്കാനാണ്, അപമാനിക്കാനാണ്. ഇതിനെതിരായ വലിയ പ്രതിഷേധം വിശ്വാസി സമൂഹത്തിലുണ്ട്. പമ്പയിലാണ് നടക്കുന്നത്. നമ്മൾ വ്രതമെടുത്ത് പമ്പയിൽ സ്നാനം നടത്തി ഗണപതിക്ക് നാളികേരം ഉടച്ചാണ് പോകുന്നത്. പിണറായി വിജയനെ പമ്പാ നദി പവിത്രമാണെന്ന് പ്രഖ്യാപിക്കുമോ? പമ്പയൊരു നദിയല്ല, അതൊരു പുണ്യ സ്നാന കേന്ദ്രമാണ്. അത് പവിത്രമാണെന്ന് അവിടെ തുറന്നു പറയുമോ? മാർക്സിസ്റ്റുകാർ പറയുമോ? അവരത് പറയാൻ തയ്യാറാകണമോ? ആകണമെന്ന് വിശ്വാസികൾ ആവശ്യപ്പെടുകയാണ്. പമ്പയിലെ ഗണപതിയെ ഒന്ന് കാണുമോ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പമ്പയിലെ ഗണപതിയെ ഒന്ന് കണ്ട് വണങ്ങുമോ? അതോ ഷംസീറിൻ്റെ അഭിപ്രായമാണോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കുള്ളത്? പമ്പയുടെ കാവൽക്കാരൻ ഗണപതിയാണ്, പമ്പ ഗണപതിയാണ്. ശബരിമലയിലേക്ക് കടക്കുമ്പോൾ വലിയ ആചാരത്തോടെ, അനുഷ്ഠാനത്തോടെ, ആദരവോടെ എല്ലാ തടസ്സങ്ങളും ഇല്ലാതാക്കണമേ എന്ന് താണ് കേണ് വണങ്ങി നാളികേരം തലക്കുഴിഞ്ഞുടച്ചാണ് നമ്മൾ കാണിക്കയിട്ട് മല കയറുന്നത്. ആ ഗണപതി മിത്താണ് എന്ന ആക്ഷേപകരമായ അഭിപ്രായം ഞങ്ങൾക്കിപ്പോൾ ഇല്ല എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുമോ? ആ അഭിപ്രായത്തോടെ ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് ദേവസ്വത്തിൻ്റെ പ്രസിഡന്റ് പറയുമോ? പാലക്കാട് പ്ലീനത്തിൽ CPM നേതാക്കന്മാരുടെ വീടുകളിൽ ഗൃഹപ്രവേശനമാവട്ടെ, മറ്റ് നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ ഗണപതി ഹോമം പാടില്ല എന്ന നിർദ്ദേശം പ്ലീനം കൊടുത്തു. തിരുത്തുമോ? അതോ ഈ ഗണപതിയുടെ മുമ്പിൽ പരിഹസിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണോ നടത്തുന്നത്? ശബരിമല സങ്കേതം ഏകതയുടെ സങ്കേതമാണ്, വേർതിരിവിൻ്റെ സങ്കേതമല്ല. എന്നിലാണ് അയ്യപ്പനുള്ളതെന്ന സന്ദേശമാണുള്ളത്. ഭക്തന്മാരെ സാമ്പത്തിക സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക്, ദേവസ്വം ബോർഡിന് ആരാണ് അനുവാദം കൊടുത്തത്? ആരാണ് അനുവാദം കൊടുത്തത്? ഇത് പണസമ്പാദനത്തിന് വേണ്ടിയിട്ട്, കൊള്ളക്കടിക്ക് വേണ്ടി, ധൂർത്തടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമാണ്. ഇത് അനാവശ്യമാണ്. അയ്യപ്പന് ആഗോളതലത്തിൽ പ്രസക്തി ഉണ്ടാവാൻ ഇത്തരമൊരു സമ്മേളനത്തിന്റെ ആവശ്യമില്ല. വിശ്വപ്രസിദ്ധനാണ് ഭഗവാൻ അയ്യപ്പൻ, വിശ്വാസമൂർത്തിയാണ്, ആശ്രിത വത്സലനാണ്, ആളുകൾക്ക് അനുഭവമുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ഇവരൊരുക്കുന്ന എല്ലാ കെണിയെയും അതിജീവിച്ച്, എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച്, വ്രതശുദ്ധിയോടെ, മുഴുവൻ സമർപ്പണ ഭാവത്തോടെ കണ്ടതെല്ലാം അയ്യപ്പൻ, കേൾക്കുന്നതെല്ലാം അയ്യപ്പൻ എന്ന സങ്കല്പത്തിൽ എന്ത് പ്രതിബന്ധത്തെയും അതിജീവിച്ച് മല ചവിട്ടുന്ന വിശ്വാസി സമൂഹത്തെ പരിഹസിക്കരുത് CPM-കാരൻ, ഇടതുപക്ഷം, മുഖ്യമന്ത്രി, ദേവസ്വം ബോർഡ് എന്നാണ് എനിക്ക് ഈ ആദ്യഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്.